അപ്പോൾ നമ്മൾ ഇന്ന് വാസലിനാണ് ഇട്ടുള്ളത്. ഇതിനകത്ത് വാസലിൻ തീരാറായിട്ടുണ്ട്. ഈ വാസലിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് കസ്തൂരി മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം ഒരു ബഡ്സ് എടുക്കുന്നുണ്ട്, കാരണം കയ്യിൽ പറ്റാതിരിക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വാസലിനുമായിട്ട് ഇതിനകത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇതേ പരുവത്തിൽ വാസലിനുമായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ മഞ്ഞൾ മിക്സ് ആക്കി എടുത്ത ശേഷം നമ്മുടെ ഫേസിൽ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാനും പുതിയ പിമ്പിൾസ് ഒന്നും വരാതിരിക്കാനായിട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അതുമല്ല നമ്മുടെ മുഖം കുറച്ചും കൂടെ നല്ല ബ്രൈറ്റായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഇപ്പോൾ തന്നെ എൻ്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കാണല്ലോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, മുഖം നല്ല ഡിസെക്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാസലിൻ നമ്മൾ 1-2 ദിവസങ്ങളിലൊക്കെ തേച്ച് കൊടുക്കുന്നത് നമ്മുടെ ഫേസിന് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന മറ്റേ ഒരു വൈറ്റ് ഹെഡ്സ് ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്നത്, ആ ഒരു സംഭവം ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞിട്ട് 1 അവർ കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ എന്തെങ്കിലും തുണി എന്തെങ്കിലും എടുത്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം. അപ്പോഴത്തേനും നമുക്ക് ആ ഒരു വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരും കേട്ടോ. അതായത് ഞാനിപ്പോൾ എൻ്റെ മുഖത്ത് കംപ്ലീറ്റ് വാസലിൻ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാസലിൻ്റെ ഏതാണ്ടൊക്കെ ഒരു പണിക്കെട്ട് തീർന്നിട്ടുണ്ട്, മൊത്തം തീർന്നു കേട്ടോ. അപ്പോൾ ഈ വാസലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസലിൻ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമ്മുടെ മുഖം ഒന്ന് വിയർക്കാൻ തുടങ്ങും കേട്ടോ. നമ്മുടെ മുഖത്ത് ഓരോ സുഷിരങ്ങൾക്കകത്തു നിന്നും ഈ അഴുക്കും ബാക്ടീരിയയും ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു മഞ്ഞളും കൂടെ തേക്കുന്നതുകൊണ്ട് നമ്മുടെ മുഖം നല്ല പ്രൊട്ടക്റ്റ് ആവാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല മുഖമൊക്കെ നല്ല ഹൈലൈറ്റ് ആയി വരാനും മുഖത്തിന് നല്ലതാണ് കേട്ടോ ഗൈസ് വാസലിൻ. പിന്നെ വാസലിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഞാൻ ലോങ് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒന്നല്ല, എല്ലാവർക്കും പറ്റുന്ന ഒന്നല്ല എന്ന്. അത് സത്യമാണ്. നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഒഴികെ ബാക്കി ഏത് സ്കിൻ ടൈപ്പിനും ഈ ഒരു വാസലിൻ്റെ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻസിറ്റീവ് സ്കിന്നിന് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫേസിൽ ചെയ്ത് നോക്കാനായിട്ട് പറ്റത്തില്ല, കാരണം അത്രയും സെൻസിറ്റീവ് ആണ്, അവർക്ക് വേറെ ഹൈലി പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ഒഴികെയുള്ള ഏത് സ്കിൻ ടൈപ്പിനാണെങ്കിലും ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് ഫേസിന് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വാസലിൻ വെറുതെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യണേ നല്ലതാണ്. ഇതേ ആ സമയം നമ്മൾ മഞ്ഞളുമായിട്ട് മിക്സ് ചെയ്ത് തേക്കുന്ന അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും കറിമഞ്ഞളൊന്നും യൂസ് ചെയ്ത് നമ്മൾ സാധാരണ മഞ്ഞളുണ്ടല്ലോ, സാധാരണ മഞ്ഞളോ കസ്തൂരി മഞ്ഞൾ, ഞാൻ കൂടുതലായിട്ടും ഫേസിനും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ ഈ വാസലിൻ തേച്ചിട്ട് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നമ്മളിത് വൈപ്പ് ചെയ്ത് തുടച്ചെടുക്കുക കേട്ടോ. നമ്മൾ വെള്ളം ഉപയോഗിച്ച് അല്ലെങ്കിൽ കഴുകി കളയാതെ നമ്മൾ തുടച്ചെടുക്കുക കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ ആദ്യത്തെ ഒരു വട്ടമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.